ആർമി കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപ പരാമർശത്തിൽ മന്ത്രിക്കെതിരെ കേസെടുത്ത് മധ്യപ്രദേശ് പോലീസ്. മധ്യപ്രദേശ് ആദിവാസി ക്ഷേമ മന്ത്രി കുൻവർ വിജയ് ഷായ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. വനിതാ സൈനിക ഉദ്യോഗസ്ഥയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തത്. കോടതിയുടെ ഉത്തരവ് പ്രകാരം മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവിന്റെ ഓഫീസ് എക്സിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മാൻപൂർ പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രിക്കെതിരെ കേസെടുക്കാൻ മധ്യപ്രദേശ് DGPക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. പ്രഥമ ദൃഷ്ട്യാ വിജയ് ഷാ നടത്തിയ പരാമർശം കുറ്റകരം എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. കഴിഞ്ഞ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മന്ത്രിയുടെ പരാമർശം അപകടകരം എന്നായിരുന്നു ഹൈക്കോടതിയുടെയും വിലയിരുത്തൽ. കേസെടുത്തില്ല എങ്കിൽ കോടതിയെ അലക്ഷ്യ നടപടിയെടുക്കുമെന്ന് വരെ ഹൈക്കോടതി മുന്നറിയിപ്പും നൽകിയിരുന്നു. ജസ്റ്റിസുമാരായ അതുൽ ശ്രീധർ, അനുരാധ ശുക്ല എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഈ നിർദ്ദേശം. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് മധ്യപ്രദേശ് ഹൈക്കോടതി നടപടി സ്വീകരിച്ചത്. പ്രസംഗത്തിനിടെ മന്ത്രി കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന് വിളിച്ചിരുന്നു. ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി അതേ സമുദായത്തിൽ നിന്നുള്ള ഒരു സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്നായിരുന്നു വിജയ് ഷായുടെ വിവാദ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവരുടെ സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചത്. നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തത്. അവർ ഹിന്ദുക്കളെ കൊന്നു, ഞങ്ങളുടെ പെൺമക്കളെ വിധവകളാക്കി, അവരുടെ സിന്ദൂരം തുടച്ചുമാറ്റി. മോദിജി ഒരു സമൂഹത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെന്നും പ്രസംഗത്തിനിടെ വിജയ് ഷാ പറഞ്ഞിരുന്നു. എന്നാൽ പ്രസംഗം വിവാദമായതോടെ മന്ത്രി മാപ്പ് പറഞ്ഞ് രംഗത്തും എത്തിയിരുന്നു. പഹൽഗാം ഭീകര ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന സ്വീകരിച്ച നടപടികളെ ബഹുമാനിക്കുന്നു. തൻ്റെ പരാമർശങ്ങളെ വളച്ചൊടിക്കുന്നവരുടെ വിവേകത്തെക്കുറിച്ച് തനിക്ക് ഒന്നും പറയാനില്ല എന്നും തൻ്റെ പ്രസ്താവന ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 തവണ വേണമെങ്കിലും ക്ഷമാപണം നടത്താൻ തയ്യാറാണെന്നും കേണൽ സോഫിയ ഖുറേഷിയെ താൻ ബഹുമാനിക്കുന്നു എന്നും മന്ത്രി പറഞ്ഞിരുന്നു.